ഒരു പുതിയ സർജിക്കൽ സ്ട്രൈക്ക് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. അത് രാജ്യത്തിന് പുറത്തല്ല, രാജ്യത്തിനകത്താണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് കേൾക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ സുഡാപ്പികളും നക്സലിസ്റ്റുകളും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചാണ്, ഇവാഞ്ചലിസ്റ്റുകളൊക്കെ. പേടിക്കണ്ട പേടിക്കണ്ട, നിങ്ങൾക്കുള്ള അല്ല ഇത്, നിങ്ങൾക്കുള്ളത് വഴിയെ വരുന്നുണ്ട്. ഇത് ചില ബാങ്കുകൾക്കുള്ളതാണ്. ഈ ബാങ്കുകളൊക്കെ അടച്ചു പൂട്ടാൻ പോകുന്നതാണ് കേൾക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു വാർത്തയാണ് പൊതുവിൽ എല്ലാവരും സംസാരിക്കുന്നത്. അങ്ങനെയാണ്, ബാങ്കുകളൊക്കെ അടച്ചു പൂട്ടാൻ പോകുന്നു. അതിനു മുമ്പ് വന്നത് നമുക്കറിയാം, നോട്ട് നിരോധനമായിരുന്നു. അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ പലരുടെയും നെഞ്ചത്തടിച്ച ഒരു തീരുമാനം കൂടിയായിരുന്നു. എന്തായാലും ഇത് എല്ലാ ബാങ്കുകളും അങ്ങനെ അടച്ചു പൂട്ടുന്നില്ല. ലയിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയാണല്ലോ, ഒന്നിലേക്ക് ലയിപ്പിക്കുന്ന ഒരു പരിപാടി. അതായത് ഇനി മുതൽ പൊതുമേഖലാ ബാങ്ക് അതെ, അങ്ങനെ ഒരു ലയനമാണ്. അപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ ഇനി 3 നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് അതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പൊ 3 തരത്തിലുള്ള ബാങ്കുകൾ, 3 പൊതുമേഖലാ ബാങ്കുകൾ. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തുള്ള ബാങ്കിങ് മേഖലയുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ആശങ്ക ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഉരുണ്ടുകൂടും എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ 12 പൊതുമേഖലാ ബാങ്കുകളാണ് നമുക്കുള്ളത്. ഈ 12 എണ്ണത്തിൽ നിന്നാണ് ഇത് 3 എണ്ണത്തിലേക്ക് മാറ്റുന്നത് എന്നാണ്. അങ്ങനെയുള്ള ഒരു പദ്ധതിക്കാണ് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ അണിയറയിൽ പദ്ധതിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് എന്നിവയെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇനി വമ്പൻ ലയനം നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ 3 ബാങ്കുകളായിരിക്കും ഉള്ളത് എന്നുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, മറ്റേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ 3 ബാങ്കുകളിലായിരിക്കും ലയിക്കുന്നത്. അപ്പൊ ഇനി ഈ 3 പൊതുമേഖലാ ബാങ്കുകളെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഇതിന് കുറച്ച് അതിന് പുറമേ ഉള്ള ഈ ചില ബാങ്കുകളുണ്ടല്ലോ, വിജയ ബാങ്ക്, അങ്ങനെയുള്ള ധനലക്ഷ്മി ബാങ്ക്, ഇങ്ങനെയൊക്കെയുള്ള ബാങ്കുകൾ, ഫെഡറൽ ബാങ്ക്, അതെ, അതെല്ലാം തന്നെ ഇതിലേക്ക് ലയിക്കും എന്നുള്ളതാണ്. സ്വകാര്യ ബാങ്കുകളല്ല, പൊതുമേഖലാ ബാങ്കുകൾ 12 എണ്ണം. ആ 12 3 മാറ്റി നിർത്തി 3 എണ്ണത്തിലെ ബാക്കിയുള്ള എണ്ണം ലയിപ്പിക്കാനാണ് നീക്കം നടത്തുന്നത്. അപ്പൊ അത് എന്തിനാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള ബാങ്കിങ് സംവിധാനം അതിനൊരു കുറച്ചുകൂടെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ മത്സരക്ഷമമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. കാര്യക്ഷമതയും മൂല്യവും ഒക്കെ വർദ്ധിപ്പിക്കുക, ബാങ്കുകളുടെ മൂല്യവും കാര്യക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നതൊക്കെ തന്നെയാണ് പ്രധാന ലക്ഷ്യം. മറ്റൊന്ന് വൻകിട ധനസഹായമാണ്. വലിയ ബാങ്കുകൾക്ക് കൂടുതൽ മൂലധനം സമാഹരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്യത്തെയും വിദേശ സ്ഥാപനങ്ങളെയും ഒക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഇതുവഴി കഴിയും. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള നീക്കം നടക്കുമ്പോൾ വലിയ രീതിയിൽ സാമ്പത്തിക വളർച്ചയെ ഇത് അനുകൂലിക്കുന്ന ഒരു നിർണായക ഘടകമായിട്ട് മാറും. മറ്റൊന്ന് ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരേ പ്രദേശത്തെ ഒന്നിലധികം ബാങ്കുകളുടെ ശാഖകളൊക്കെ ഒരുമിച്ചാക്കുന്നത് വഴി പ്രവർത്തന ചെലവുകളൊക്കെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് സാങ്കേതികപരമായിട്ടുള്ള നവീകരണമാണ്. അപ്പൊ ചെറിയ ബാങ്കുകൾക്ക് വലിയ സാമ്പത്തിക ഭാരമാകുന്ന സാങ്കേതിക നവീകരണ പ്രക്രിയകളൊക്കെ ഉണ്ട്. അത് വലിയ ബാങ്കുകൾക്ക് പക്ഷെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി നടപ്പാക്കാനായിട്ട് കഴിയും. നിലവില് നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളെ SBI, PNB, കാനറ ബാങ്ക് എന്നീ 3 വൻകിട ബാങ്കുകളിലേക്ക് യോജിപ്പിക്കും. അപ്പോൾ SBI എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയെ SBI-യുമായിട്ട് ലയിപ്പിക്കാനാണ് നീക്കുക. ഒന്നുകൂടെ പറയാം, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയാണ് SBI-യുമായിട്ട് ലയിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ SBI-യുടെ രാജ്യത്തെ സാന്നിധ്യം കൂടുതൽ ശക്തിമത്താക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് PNB ആണ്. രാജ്യത്തെ 2ാമത്തെ വലിയ ബാങ്കാണ് ഈ PNB എന്ന് പറയുന്നത്. ഇതിലേക്ക് ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയെ ലയിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന് കാനറ ബാങ്ക്, ഈ ദക്ഷിണേന്ത്യയിലെ 3ാമത്തെ വലിയ ബാങ്ക്. കാനറ ബാങ്കുമായിട്ട് യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്കുകളെയാണ് സംയോജിപ്പിക്കാനായിട്ട് ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇതിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എതിർപ്പുണ്ടാകും, ആശങ്കകൾ ഉണ്ടാകും. ഇതെല്ലാം സ്വാഭാവികമാണ്.
അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പ് കേന്ദ്ര സർക്കാർ നേരിടുന്നുണ്ട്. ഈ വാർത്ത പരക്കുമ്പോൾ മുതൽ ഈ ഒരു എതിർപ്പ് വരുന്നുണ്ട്. അപ്പോൾ ലയനം സ്വകാര്യ ബാങ്കുകൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന ഒരു ആരോപണം കൂടി ഇതിന് പിന്നാലെ കൂടെ ഉയർന്നു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ആശങ്ക? തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്നുള്ളതാണ്. ബാങ്കുകൾ ലയിപ്പിക്കുമ്പോൾ നിരവധി ശാഖകൾ അടച്ചുപൂട്ടേണ്ടി വരും സ്വാഭാവികമായും. അപ്പൊ അത് കൂട്ടത്തോടെയുള്ള തൊഴിൽ നഷ്ടത്തിനും തൊഴിലില്ലായ്മയ്ക്കുമൊക്കെ വഴിവെക്കുമെന്നുള്ളതാണ് ഒരാശങ്ക. പിന്നീടുള്ളത് ഗ്രാമീൺ ബാങ്കുകളാണ്. അപ്പൊ ചെറിയ ബാങ്കുകൾക്ക് ഗ്രാമീണ മേഖലകളിലാണ് ശക്തമായ ഒരു സാന്നിധ്യം അത്തരത്തിലുള്ള ബാങ്കുകൾക്കൊക്കെ ഉണ്ട്. അപ്പൊ ലയനം നടക്കുമ്പോൾ ഈ പുതിയ ബാങ്കുകൾ കോർപ്പറേറ്റ് അവസരങ്ങളിലേക്കും നഗര കേന്ദ്രീകരണത്തിലേക്കും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഗ്രാമീണ ബാങ്കിങ് സേവനങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഗ്രാമമാണ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാത്തിനെയും ഒരു നഗരത്തിന്റെ ഒരു ഛായ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാമങ്ങളാണ് താനും. അങ്ങനെയാണ് നമ്മുടെ ഗ്രാമങ്ങളുടെയൊക്കെ ഒരു വികസനം കൂടി കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായ അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ അത്രത്തോളം ബാധിക്കുമോ എന്നുള്ളത് രണ്ട് തരത്തിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ നമുക്ക് അങ്ങനെ ഒരു മാനത്തിൽ കൂടി നോക്കി കാണേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊന്ന് മത്സരം കുറയുക എന്നുള്ളതാണ്. അപ്പൊ 3 ബാങ്കുകൾ മാത്രമാകുമ്പോൾ രാജ്യത്തുള്ള ബാങ്കിങ് രംഗത്ത് മത്സരം കുറയാൻ സാധ്യത ഉണ്ടാകുമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഒരു കണക്കുകൂട്ടൽ വരുന്നത്. അപ്പോൾ ഇത് പലിശ നിരക്കുകളിലും സേവനങ്ങളുടെ ഗുണനിലവാരത്തിലും കുറവുണ്ടാക്കുമെന്നും അപ്പോൾ ഗുണഭോക്താക്കൾക്കൊക്കെ മറ്റു വഴി ഇല്ലാതാകുമെന്നുള്ള ഒരു വാദമുണ്ട്. 3 ബാങ്കേ ഉള്ളൂ, നമുക്ക് ചെല്ലുമ്പോൾ ഒരു ലോണോ എന്തെങ്കിലും എടുക്കണം, 3 എണ്ണത്തിൽ ഒരേ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകളും അവിടെ കിട്ടില്ല. അപ്പൊ കൊച്ചു ബാങ്കുകളാണെങ്കിൽ ചിലപ്പോൾ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ചില ബാങ്കുകളിൽ പലിശ നിരക്ക് കുറവാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആശങ്ക നിൽക്കുന്നുണ്ട്. അതൊരു വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതില് മുന്നേ ഉള്ള ഒരു അനുഭവം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് കേന്ദ്ര ധനമന്ത്രാലയം ഈ ഒരു പ്രോജക്റ്റുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അതായത് 2017 SBIയുമായിട്ട് 5 അസോസിയേറ്റ് ബാങ്കുകളെയും ഇന്ത്യൻ വനിതാ ബാങ്കിനെയും ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു 2017. അപ്പോൾ ആ സമയത്തുള്ള ബാങ്കിന്റെ പ്രകടനവും ലാഭക്ഷമതയും ഒക്കെ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിജയമാണ് കേന്ദ്ര സർക്കാരിന് ഈ ഒരു ലയന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു മുമ്പിലുള്ള ഒരു മാതൃക എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കം അത് വലിയൊരു കുതിപ്പിന് കാരണമായി എന്നാണ് കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ പ്രതീക്ഷാവഹമായിട്ട് തന്നെയാണ് അവരത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 3 കുറയ്ക്കുന്ന ഈ ഒരു ലയനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബാങ്കിങ് മേഖലയുടെ ചരിത്രത്തില് വലിയൊരു വഴിത്തിരിവാണ് എന്നുള്ളത് നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. കേന്ദ്രം ചില പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും അങ്ങനെയാണ്. ചില കാര്യങ്ങൾ അങ്ങോട്ട് നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആലോചിക്കും, പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കും. ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് ഒന്നുമായിരിക്കില്ല ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നതും നടപ്പാക്കുന്ന കാര്യവും എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റേ നോട്ട് നിരോധനത്തിന്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ കള്ളപ്പണ ഇടപാടിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നത് എന്തായിരുന്നു? UPI പോലുള്ള ക്യാഷ്ലെസ് ഇടപാടുകളിലേക്ക് ജനം പെട്ടെന്ന് തന്നെ അതുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള നീക്കങ്ങളാണോ, അത്തരത്തിൽ പുതിയ എന്ത് കാര്യമാണ്, എന്തൊരു മാനമാണ് കേന്ദ്രം ഇതിന് പിന്നിൽ മൂടി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ അത് മോശമായിരിക്കാം. ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ലക്ഷ്യമൊക്കെ കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ലയന പ്രക്രിയയൊക്കെ ഏകോപിപ്പിച്ച് നടത്തുകയും ഗുണഭോക്താക്കളുടെ സ്ഥാനം ഉറപ്പാക്കുകയും ഈ ഗ്രാമീണ ബാങ്കിങ് സേവനം ഉണ്ടല്ലോ അതിൽ പ്രത്യേക ശ്രദ്ധയും ഒക്കെ നൽകേണ്ടിയും വരും. അപ്പൊ ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന ഒന്നാണെങ്കിൽ അത് നല്ലത് തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പ്രതിവിധി കൂടി കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് കേന്ദ്രം എത്തും എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം.